ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം പവിത്ര അലാഗ്നെ. നമ്മളിന്ന് മിഡാസിൻ്റെ ഷോറൂമിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വന്നപ്പോൾ ഞാനിന്ന് മേക്കപ്പിലൊന്നും ആയിരുന്നില്ല വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഡെയിലി മേക്കപ്പിൻ്റെ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരാം. ഡെയിലി മേക്കപ്പ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരുപാട് ഐറ്റംസ് ഒന്നും യൂസ് ചെയ്തിട്ടുള്ളൊരു മേക്കപ്പ് അല്ല. ജസ്റ്റ് ഒരു മിനിമൽ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഡെയിലി ആയിട്ടുള്ളൊരു മേക്കപ്പ് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ ഓരോ ആൾക്കാരെയും സ്കിന്നിൻ്റെ ടൈപ്പ് ഓരോ ടൈപ്പിലാണ്. അപ്പോൾ എൻ്റെ കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, കുറച്ച് പിമ്പിൾസ്, മാർക്സ് ഉണ്ട്, പോർസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു സ്കിൻ ടൈപ്പിന് വേണ്ടുന്ന കുറച്ച് പ്രൊഡക്ട്സ് ഞാൻ മിഡാസിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയാണ് സെൽഫ് മേക്കപ്പ് ചെയ്യുന്നത്, ഞാൻ എങ്ങനെയാണ് സെൽഫ് മേക്കപ്പ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതേ റൊട്ടീനിൽ നിങ്ങൾ ചെയ്യണമെന്നില്ല. ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് ഇപ്പോൾ ഇവിടെ എല്ലാ ടൈപ്പ് ഓഫ് സ്കിന്നിനുള്ള സാധനങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. ഡ്രൈ സ്കിൻ, നോർമൽ സ്കിൻ, കോമ്പിനേഷൻ, സെൻസിറ്റീവ്, എല്ലാത്തിനും പറ്റിയ സാധനങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനുള്ള സാധനങ്ങൾ ചൂസ് ചെയ്തിട്ട് അത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫേസിന് പറ്റിയ കാര്യങ്ങൾ എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ നോർമലി നമുക്ക് വേണമെങ്കിൽ മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്യാം. ഞാൻ കുറച്ച് പിമ്പിൾ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ അതൊന്നും യൂസ് ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ മുഖം ഞാൻ ക്ലെൻസ് ചെയ്യാം, എന്നിട്ട് ജസ്റ്റ് കോട്ടൺ എടുത്തിട്ട് ക്ലെൻസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്നറിയാമോ, ഇത് നിങ്ങൾക്കൊരു വലിയൊരു ഹെൽപ്ഫുള്ളാണ്. ഇതൊരു വെറ്റ് വൈപ്സ് ആണ്. അപ്പോൾ നമുക്കിത് ഹാൻഡ് ബാഗിൽ കൊണ്ടുപോകാനാണെങ്കിൽ, നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു റിമൂവറായിട്ടും നമുക്ക് ഉപയോഗിക്കാം, അതുപോലെ ഒരു ക്ലെൻസറായിട്ടും നമുക്കിത് ഉപയോഗിക്കാം. നമ്മുടെ മുഖം ഒന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ടിഷ്യൂ ആണിത്. ഇതൊരു വെറ്റ് ടിഷ്യൂ ആണ്. അപ്പോൾ ഞാനിപ്പം വെറ്റ് ടിഷ്യൂ യൂസ് ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു ക്ലെൻസിങ് വാട്ടർ എടുക്കുകയാണ്. ഇത് ഷുഗർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ക്ലെൻസിങ് വാട്ടറാണ്. ഞാൻ കോട്ടണിലേക്ക് ക്ലെൻസിങ് വാട്ടർ എടുത്തു. എൻ്റെ ഫേസ് ഞാൻ ജസ്റ്റ് ക്ലെൻസ് ചെയ്യാണ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇതിനു വേണ്ടി മാത്രമാണ് നമ്മൾ ക്ലെൻസ് ചെയ്യണമെന്ന് പറയണേ. നന്നായിട്ട് വീട്ടിലൊക്കെയാണ് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങുന്നതെങ്കിൽ ജസ്റ്റ് നമുക്ക് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് ടോണർ യൂസ് ചെയ്യാം, ക്ലെൻസർ യൂസ് ചെയ്യാം. ഓയിലി ഫേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നിന്നുള്ള ഒരു പിമ്പിൾസ് മാർക്ക് ഉള്ള ടൈപ്പ്, പിമ്പിൾസ് പോകാനുള്ള ടൈപ്പുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. എല്ലാ മോയ്സ്ചറൈസറും യൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ എൻ്റെ മുഖത്ത് ഇത്രയും അഴുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മുഖം ഞാനിപ്പോൾ ക്ലെൻസ് ചെയ്തേക്കാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ക്ലെൻസ് ചെയ്താലും നമ്മുടെ മുഖത്തൊരു വെറ്റ്നസ് ഉണ്ട്. അപ്പം ഉടനെ തന്നെ നമ്മൾ അടുത്ത പ്രൊഡക്റ്റ്, അതായത് നമ്മൾ പ്രൈമറോ മറ്റുള്ള പ്രൊഡക്ട്സുകളോ അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് വലിയാൻ വേണ്ടി ഒരു 2 മിനിറ്റ്സ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ഞാൻ ബോഡിയോഗ്രാഫിയുടെ പ്രൈമേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിപ്പം ഏത് ബ്രാൻഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇവിടുന്ന് ഇപ്പോൾ സെലക്ട് ചെയ്തേക്കുന്നത് ബോഡിയോഗ്രാഫിയുടെ പ്രൈമറാണ്. അപ്പോൾ ഇത് 2 ടൈപ്പ് ഓഫ് സ്കിന്നിനുള്ള പ്രൈമേഴ്സാണ്. അപ്പം ഞാൻ എൻ്റെ സ്കിന്ന് കുറച്ചൊരു കോമ്പിനേഷൻ ആൻഡ് ഓയിലി ആയതുകൊണ്ട് മിൽക്ക് പ്രൈമർ എടുക്കുകയാണ്. നിങ്ങൾ പ്രൈമർ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നെക്കിലോട്ടും കൂടി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ആയതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ പ്രൈമർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഞാൻ നോർമലി എല്ലാവരും ചെയ്യുന്ന ഫൗണ്ടേഷൻ ഇടുക, ഐ മേക്കപ്പ് ചെയ്യുക എന്നൊക്കെ ആയിരിക്കും. ഞാൻ അങ്ങനെ റെഗുലർലി അങ്ങനെ ഐ മേക്കപ്പ് ഒന്നും ചെയ്യുന്ന ആളല്ല. പക്ഷേ ലിപ്സ്റ്റിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷെയ്ഡാണ്. ഞാൻ ഇന്ന് സെലക്ട് ചെയ്തേക്കുന്നത് അതുപോലെ C2Pയുടെ ഒരു ലിപ്സ്റ്റിക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട 2 ഷെയ്ഡാണ്. ഒന്ന് ടോണി മാറ്റ് എന്ന് പറയുന്ന ഷെയ്ഡ്. ഞാനതിപ്പം ജസ്റ്റ് അപ്ലൈ ചെയ്ത് കാണിക്കാം. ഞാൻ മിററിൽ നോക്കി അപ്ലൈ ചെയ്യണേ. അപ്പോൾ ഞാൻ C2Pയുടെ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല മാറ്റാണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ടോണി മാറ്റ് എന്നാണ് 105 ഈ ഷെയ്ഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഷെയ്ഡ്. ഈ ഷെയ്ഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് തന്നെ, ഇപ്പം ഞാനെൻ്റെ ഫേസിലൊന്നും അപ്ലൈ ചെയ്യാണ്ട് തന്നെ ഭയങ്കരമായിട്ട് ബ്രൈറ്ററായിട്ട് നമുക്ക് തോന്നും. ഫേസ് ഭയങ്കരമായിട്ട് ബ്രൈറ്റായിട്ട് തോന്നും. നെക്സ്റ്റ് ഞാൻ ഫൗണ്ടേഷൻ ഇടുമ്പോൾ എപ്പോഴും ലിപ്സ്റ്റിക് ഇടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഓവർ മേക്കപ്പായിട്ട് തോന്നരുത്. അപ്പം നമുക്ക് നോർമലി ലിപ്സ്റ്റിക്സ് ഇടുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റർ ആവും. അപ്പോൾ നമ്മൾ ആദ്യം ലിപ്സ്റ്റിക് ഇട്ടിട്ട് പിന്നെ ഫൗണ്ടേഷൻ ആണെങ്കിൽ അത് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഞാൻ ഐബ്രോ സെറ്റ് ചെയ്യുകയാണേ. അപ്പോൾ നെക്സ്റ്റ് ഞാൻ എൻ്റെ ഐബ്രോ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുകയാണ്. ഞാനങ്ങനെ ഐബ്രോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യണേ.
ഞാൻ ജസ്റ്റ് എൻ്റെ ഐബ്രോ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. അധികം ടച്ച് ചെയ്തിട്ടില്ല, ബിക്കോസ് ഞാൻ എടുത്തിട്ടില്ല ഷേപ്പിൽ. ഞാൻ എത്ര എഴുതിയാലും അത് അൺഷേപ്പായിട്ട് തോന്നും. പിന്നെ അതിനെ ഹൈലൈറ്റ് ചെയ്തൊക്കെ കാണിക്കുമ്പോഴത്തേനും അത് ഭയങ്കര വിയേർഡായിട്ട് തോന്നും. പിന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് അത് ഞാൻ എഴുതാറുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് കണ്ണെഴുതാൻ പോകണം. അപ്പോൾ ഞാൻ ഇതിന് യൂസ് ചെയ്തേക്കുന്നത് ബോഡിയോഗ്രാഫിയുടെ പ്രൊഡക്റ്റാണ്. ഇത് ഭയങ്കര സ്മൂത്തായിട്ടുള്ളൊരു ഐലൈനറാണ് കേട്ടോ. ഭയങ്കര സ്മൂത്താണ്, നമുക്ക് എഴുതാനും ലോങ് ലാസ്റ്റിങ്ങും ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഐലൈനർ എഴുതി കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ഞാൻ എൻ്റെ അണ്ടർ ഐ അത് എഴുതണമെന്നുണ്ടെങ്കിൽ എഴുതിയാൽ മതി. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിതും ബോഡിയോഗ്രാഫിയുടെ ഒരു ഡാർക്ക് ബ്രൗൺ കളറാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. നമ്മൾ കാജൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഞാൻ എൻ്റെ മുഖത്ത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യും. അപ്പോൾ ഞാൻ എല്ലാം കഴിഞ്ഞിട്ടാണ് സാധാരണ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറ്. അപ്പം നിങ്ങൾ ചിലപ്പം എല്ലാം ആദ്യം ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കിയെല്ലാം ചെയ്യുന്നത്. ഞാൻ കുറച്ച് വെറൈറ്റിയാണ്. ഞാനിന്ന് ഷുഗറിൻ്റെ 24 hour ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് അപ്ലൈ ചെയ്യാം. ായിട്ട് ഞാനിപ്പോൾ എൻ്റെ ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഫിക്സിംഗ് സ്പ്രേ ഉപയോഗിക്കുകയാണ്. ഷുഗറിൻ്റെ ഇലുമിനേറ്റ് ഫിക്സിംഗ് സ്പ്രേ ആണ്. അപ്പോൾ ഈ സ്പ്രേ എടുക്കുമ്പോൾ നമുക്കൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാൻ. അതും ഡയറക്റ്റ് ക്ലോസ് ആയിട്ടല്ല, കുറച്ചൊന്ന് അകത്തി പിടിച്ചിട്ട് വേണം ചെയ്യാൻ. ഇതെൻ്റെ ഫുൾ മേക്കപ്പ് ഒന്ന് സെറ്റായി കുറച്ച് നേരം ഇരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരു ഗ്ലോ തോന്നാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ നമ്മൾ ഹൈലൈറ്റർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഫേസിന് എപ്പോഴും ഒരു ഫ്രഷ് ആയിട്ട് ഒരു ഗ്ലോയി ലുക്ക് വരാൻ വേണ്ടിയിട്ട് എല്ലാവരും ചോദിക്കാറുണ്ട് എങ്ങനെ ഈ ഗ്ലോ വരുന്നതെന്ന്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതുപോലത്തെയുള്ള ഫിക്സിംഗ് സ്പ്രേ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഹൈലൈറ്റേഴ്സ് ഉപയോഗിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഇതാണ് എൻ്റെ ഡെയിലി മേക്കപ്പ്. ഞാൻ ഇത്രയും മേക്കപ്പ് ഒന്നും അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല, വല്ലപ്പോഴും ഒക്കേഷണലി ചെയ്യുന്നൊരു മേക്കപ്പ് റൊട്ടീനാണിത്. താങ്ക് യു.